ഫ്രണ്ട്സ്, എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5 ദിവസമായിട്ട് 5 സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സ്റ്റിച്ച് പഠിക്കാൻ പോവാണ്. എംബ്രോയിഡറി ചെയ്യുന്ന എല്ലാവരുടെ ഫേവറേറ്റ് സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിന്റെ പേര് ബുള്ളിയൻ സ്റ്റിച്ച് എന്നാണ്. എത്ര വില കുറഞ്ഞ ഡ്രസ്സിനെയും വിലമതിക്കുന്നതാക്കുന്ന ഒരു സൂത്രപ്പണിയാണല്ലോ എംബ്രോയിഡറി. അപ്പോൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയുള്ള സ്റ്റിച്ചുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിച്ചുകളാണ്, മെയിൻ സ്റ്റിച്ചുകളാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ എംബ്രോയിഡറി ചെയ്യുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റിച്ചാണ്. എല്ലാവരും ചെയ്തിടാൻ എല്ലാ എംബ്രോയിഡറി ചെയ്യുന്നവർ എംബ്രോയിഡറി ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഡ്രസ്സിലായാലും ചെയ്തിടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റിച്ചാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതും ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെ ഒരു വർക്ക് ചെയ്ത ഡ്രസ്സാണ്. ഞാനും കൂടുതലും ഈ ബുള്ളിയൻ സ്റ്റിച്ചാണ് എൻ്റെ ഡ്രസ്സിൽ ഞാൻ ചെയ്തിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറ്. എൻ്റെ ഫേവറേറ്റ് സ്റ്റിച്ചാണ് ഈ ബുള്ളിയൻ സ്റ്റിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രെയിം ഇടയാണ്. ഫ്രെയിം ഇടാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരികയാണ്. ഇതേപോലെ ആ ചെറിയ പീസ് അടിയിൽ വെച്ചിട്ട് തുണി നല്ല ലെവൽ ചെയ്ത് ചുളുക്കമൊന്നും ഇല്ലാതെ വെച്ചിട്ട് ഫ്രെയിമിൻ്റെ ആ വലിയ പീസ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് ലൂസാക്കി കൊടുക്കാം. ഇനി മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്രെയിമിൽ ഇതായിക്കോളും. ഇനി അതെടുത്തിട്ട് മെല്ലെ 4 സൈഡും ചുറ്റിനും ഒന്ന് തുണി മെല്ലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഫ്രെയിമിടെ എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ നല്ലതായിട്ട് ഈ ഒരു ലൂസ് മാറണമെങ്കിൽ, നല്ല ടൈറ്റായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടെ വലിച്ചു കൊടുത്തിട്ട് സ്ക്രൂവിനെ മുടുക്കി കൊടുക്കാം. ഇനി സ്ക്രൂവിനെ മുടുക്കി കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വർക്ക് ചെയ്യണം. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൾട്ടി കളർ ത്രെഡാണ്. ഇതിട്ട് ബുള്ളിയൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ച് കളറുകളുണ്ട്. ഇനി ഇതിൻ്റെ മൂട്ടിൽ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുന്നതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റിച്ച് പഠിക്കാം. ആദ്യം ഇങ്ങനെ അടിയിൽ നിന്ന് മേളിലേക്ക് കുത്തിയെടുത്തിട്ട്, നമ്മൾ കുത്തിയെടുക്കുന്നതിൻ്റെ ബാക്കിൽ നിന്നാണെങ്കിലും ഫ്രണ്ടിൽ നിന്നായാലും ഇങ്ങനെ കുത്തി നമ്മൾ ആ എൻഡ് വന്നിട്ടില്ലേ, നൂലിൻ്റെ എൻഡ്, അവിടെ പകുതിക്ക് കുത്തി വയ്ക്കണം. കാണിച്ചു തരാം. ഇതുപോലെ ഈ നൂലിൻ്റെ എൻഡിലാണ് കുത്തി വെക്കേണ്ടത്. ആ സൈഡിലോട്ടാണ് വരാം, ഫ്രണ്ടിലോട്ടല്ല. നമ്മൾ ഇതുവരെയും പഠിച്ച സ്റ്റിച്ച് ഫ്രണ്ടിലോട്ട് പോകുമായിരുന്നു. ഇത് ബാക്കിൽ നിന്ന് ആണ് കുത്തണമെങ്കിൽ ഇതേപോലെ പകുതിക്ക് വെക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇടത് കൈ കൊണ്ട് ഒരു വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ചുറ്റി കൊടുക്കാം. ചുറ്റുമ്പോഴത്തേക്കും കുറച്ച് ലൂസ് വിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സൂചി വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും. മറ്റേത് നല്ല ഈസി ആയിട്ട് വരും. കണ്ടോ? ഇനി ഇടത് കൈ കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കണ്ടോ, ഈ പോർഷൻ ഇങ്ങനെ കണ്ടോ, ഇടത് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ അടിയിൽ കണ്ട നൂലങ്ങ് അകത്ത് പോവും. കുറച്ച് സമയം 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. നമ്മളിങ്ങനെ വീണ്ടും കണ്ടോ, ബാക്കിൽ നിന്നാണെങ്കിലും ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ആ നൂലിൻ്റെ എൻഡിൽ പോകണമെന്നേ ഉള്ളൂ. നമ്മൾ മറ്റ് സ്റ്റിച്ചുകളെല്ലാം പഠിച്ചപ്പോൾ ഫ്രണ്ടിലോട്ടാണല്ലോ പോയത്. ഇത് പക്ഷേ ഇങ്ങനെ ബാക്കിലോട്ട് ആണ് വരേണ്ടത്. ബാക്കിൽ നിന്ന് കുത്തി ഫ്രണ്ടിലോട്ട്, അങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തിയെടുക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഞാൻ തനിയാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെ വെറുതെ ചുറ്റിയെടുത്തിട്ട്
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് സംശയം ചോദിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. ഇതുപോലെ എടുത്ത ശേഷം ആ ഇടത് കൈ കൊണ്ട് മെല്ലെ അതിനെ ടൈറ്റ് ചെയ്ത് അടിയിൽ കണ്ട നൂല് കണ്ടോ അകത്ത് പോയത്, അതാണ് ശരിക്കും ഫിനിഷിംഗ് ആയിട്ടുള്ള ബുള്ളിയൻ്റെ സ്റ്റിച്ച്. ഏത് ഡയറക്ഷനിൽ ചെയ്താലും ഇതിപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് കുത്തി എടുക്കുകയാണെങ്കിൽ ഇതാ ബാക്കിലോട്ട് പകുതിക്ക് വെച്ചിട്ട് മെല്ലെ ചുറ്റി കൊടുക്കാം. ആ ഇടത് കയ്യിലെ വിരൽ കൊണ്ട് ഇങ്ങനെ ലൂസാക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ സമയം ലാഭിക്കാം. പെട്ടെന്ന് കണ്ടോ വലിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് പോരും. ഈ ഒരു കാണുന്ന ആ അടിയിലത്തെ ആ ഒരു നൂല് കണ്ട, ഈ ഒരു നൂല് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുത്തി ബാക്കിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡാവും, അതായത് പുറത്ത് വരും. അപ്പോൾ അതൊരു ഫിനിഷിംഗ് ഇല്ല. ഈ നൂല് പുറത്ത് കാണും. ആ അടിയിലോട്ട് പോയില്ലേ, ആ നൂല് പുറത്ത് കാണും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് കുത്തി ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കുന്നത്. ആ ഒരു ഡയറക്ഷനിൽ എടുത്തില്ലെങ്കിൽ ആ ഫിനിഷിംഗ് കിട്ടത്തില്ല. വീണ്ടും ചെയ്യാം. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ബാക്കിലോട്ട് ചുറ്റി മെല്ലെ വിരൽ കൊണ്ട് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എത്രത്തോളം ഈ സ്റ്റിച്ചൊക്കെ എത്രത്തോളം ചെയ്യും അത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടാവും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്നുള്ളത്. ഹാൻഡ് എംബ്രോയ്ഡറി ആയാലും മെഷീൻ എംബ്രോയ്ഡറി ആയാലും സ്റ്റിച്ചിങ് ആയാലും ആരി വർക്ക് ആയാലും എന്ത് ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ്, അതാണ് മുഖ്യം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് പോലെ ആയിരിക്കും, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഫിനിഷിങ്. ഇതൊക്കെ നല്ല ഒത്തിരി നല്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഇതുപോലെ ഇടയ്ക്ക് നൂലൊന്നും കുരുങ്ങാതെയൊക്കെ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മളിപ്പോൾ 7ാമത്തെ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഇത് ഫ്ലവർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ്, നല്ല രസമായിട്ട് പല ഷേപ്പിലുള്ള ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഈ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട്. ഇനി കുറച്ച് ബേസിക് സ്റ്റിച്ചുകളും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈന്, ഇതിൻ്റെയൊക്കെ ഫ്ലവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റിച്ചാണിത്. ഇതിൻ്റെ ഫ്ലവർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനും ഇഷ്ടമാണ്. എൻ്റെ ഡ്രസ്സിൽ ചെയ്ത് എനിക്ക് ഉപയോഗിക്കാനും എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സിമ്പിളായിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ഈ പൊസിഷനാണ് പോയിക്കഴിഞ്ഞാൽ പ്രശ്നം. വേറെ ഒന്നുമില്ല, ആ അടിയിൽ പോകേണ്ട നൂല് പുറത്തൂടെ വരും കണ്ടോ. ഈ അടിയിൽ പോകുന്ന നൂല് ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴത്തേക്കും പുറത്ത് കാണും. നമ്മൾ ഇടത് കൈ എടുത്താൽ വേണം ഇങ്ങനെ ഫിനിഷ് ചെയ്യാനേ. എനിക്ക് ഫോണും കൂടെ പിടിക്കണമായതുകൊണ്ടാണ്. കണ്ടോ, ഇതുപോലെ കിട്ടും. ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാമേ. ഇതുപോലെ അടിയിൽ നിന്ന് കുത്തി എടുത്തിട്ട് കണ്ടോ, ബാക്കിലോട്ട് കുത്തി 3/4 ഭാഗം സൂചി വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കണം. എല്ലാവരും ഈ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, എത്ര വില കുറഞ്ഞ തുണിയായാലും നമ്മൾ ഇതേപോലെയൊക്കെയുള്ള നല്ല വർക്കുകൾ ചെയ്തെടുക്കുമ്പോൾ അത് നല്ല വിലപിടിപ്പുള്ള തുണിയായിട്ടേ തോന്നത്തുള്ളൂ. ഹാൻഡ് എംബ്രോയ്ഡറിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഹാൻഡ് എംബ്രോയ്ഡറി ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പോൾ എല്ലാവരും ഈ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വരാം. ബായ്.